മധുരിക്കുന്ന പുളിയുടെ കഥ. കണ്ടന്റിന് ക്ഷാമമൊന്നുമില്ല. ഊണിലും ഉറക്കത്തിലും ഇരിപ്പിലും നിപ്പിലും നടത്തത്തിലും എല്ലാത്തിലും കണ്ടന്റ് ഉണ്ട്. പക്ഷേ മടിയാണ് പ്രശ്നം. മടിയുള്ളത് കൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. എത്രത്തോളം വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പുതിയ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് പുളി പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിലുള്ള തൊടിയിലോട്ട് പോവുകയാണ്. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ തൊടിയിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇങ്ങോട്ട് പോയിട്ടുള്ളത്. അമ്മ വിളിച്ചു, ഒറ്റയ്ക്ക് പോകാൻ വയ്യ, പാമ്പുണ്ടാവുമോ എന്ന് പേടിച്ചിട്ട്. ഞാനും അമ്മയും ഏട്ടത്തിയും കൂടി പതുക്കെ നടന്നു പോയി. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയൊന്നുമല്ല, അമ്മ കുറേ കാര്യങ്ങൾ പണ്ടത്തേക്ക് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നത്. അവിടെ പോയപ്പോഴോ പുളി ഉണ്ടായിരുന്നു. ഞാനും അമ്മയും ഏട്ടത്തിയും കൂടി അതെല്ലാം പെറുക്കി. പക്ഷേ അമ്മമാർക്ക് പ്രത്യേക ഒരു ശീലവും കൂടി ഉണ്ട്. എന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കുറേ വിറകുണ്ടായിരുന്നു, ചുള്ളിക്കമ്പുകളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പെറുക്കി വെട്ടി നുറുക്കി സെറ്റാക്കി ആൾ. പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ പുളി അധികം കിട്ടാറില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇവർ കുറേ പുളിയൊക്കെ ഉണക്കിയിട്ട് വൈകുന്നേരം അമ്മയും അച്ഛമ്മയും കൂടി അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് കുരുവൊക്കെ മാറ്റി അതിനെ ഭരണിയിൽ ഉപ്പിട്ടിട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെ കറുപ്പ് കളർ പുളിയാവും. അങ്ങനെ ഒരുപാട് പുളി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടാനില്ല, വളരെ കുറവാണ്. മരത്തിലോട്ട് നോക്കുമ്പോൾ പോലും അതിനകത്തൊരു പുളി പോലും ഇല്ല. അമ്മയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് ഞാനാണ് പോയത്. പക്ഷെ ഞങ്ങളുടെ കൂടെ അറിയാതെ ഏട്ടത്തിയും കൂടെ വന്നു. അങ്ങനെ അമ്മയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് ഏട്ടത്തിയും എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഏട്ടത്തി ഉള്ളത് കൊണ്ട് ഏട്ടത്തിനെ കൊണ്ട് കുറച്ചധികം പണിയെടുപ്പിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് വീണ്ടും മടി പിടിച്ച് അവിടെ ഇരുന്നു. പുളി പൊറുക്കാൻ പോയത് എന്തുകൊണ്ടും നല്ലതായി എന്ന് എനിക്ക് തോന്നി. കാരണം കുറേ വിറക്കും കിട്ടി, ചുള്ളിക്കമ്പുകൾ കിട്ടി. നമ്മുടെ സ്വന്തം തൊടിയായതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം പെറുക്കിയിട്ട് പതുക്കെ നടന്നു വന്നു. കാരണം നമ്മൾ ഗ്യാസ് അടുപ്പിനെക്കാട്ടിലും വിറകടുപ്പാണ് വീട്ടിൽ ഉപയോഗിക്കാറ്, ചോറ് വെക്കാനും കറി വെക്കാനൊക്കെ. അപ്പം നമുക്ക് യൂസ്ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി തിരിച്ച് വരുന്ന വഴിയിലാണ് പശുവിന് കൊടുക്കാനുള്ള കാടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഞങ്ങൾ വീട്ടിലങ്ങനെ എത്തി. മധുരിക്കുന്ന പുളിയുടെ ഓർമ്മകളാണെങ്കിലും പുളിക്ക് പുളി തന്നെയാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ടാറ്റാ, ബൈ.